നമ്മളെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. പക്ഷേ ചിലത് നമ്മൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളെ ഫോൺ പലരും എടുത്ത് ഉപയോഗിക്കും, പുരക്കാരെടുക്കും, കുട്ടികളെടുക്കും, നമ്മളെ ചങ്ങായിമാരെടുക്കും. ഓലൊക്കെ എടുത്ത് നോക്കുന്ന നേരം നമ്മളെ ഫോണിലുള്ള നമ്മൾ മാത്രം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഓല് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ മറച്ച് വെക്കാം. ഒരുപാട് ആൾക്കാർ റീസെൻ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് എങ്ങനെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് മറച്ച് വെക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഡീഫാൾട്ടായിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ല. നമ്മളെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ മറച്ച് വെക്കാനുള്ള ഓപ്ഷൻ നമ്മളെ ഫോണിലില്ല. പിന്നെ എന്ത് ചെയ്യണോ, നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വെച്ചിട്ട് മറച്ച് വെക്കണം. അതിന് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം. വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇങ്ങനെ പരിചയപ്പെടുത്തും. ഓരോരുത്തർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇങ്ങനെ എടുത്ത് പരിചയപ്പെടുത്തുന്നേരം ചിലർ ചോദിക്കും, ഈ ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഫോൺ ഫുള്ളായിരുന്നു, എന്തിനാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഒരു പർപ്പസിനുള്ളതായിരിക്കും. അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം അത് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. തിരിഞ്ഞിക്കോ പറഞ്ഞ് ഇപ്പോൾ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നവർ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പെക്സ് ലോഞ്ചർ എന്ന് പറയുന്ന ഒരു ലോഞ്ചറാണ്. അടിപൊളി ലോഞ്ചറാട്ടോ. ഈ ഒരു ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യാൻ മാത്രമല്ല പല ഉപകാരങ്ങളും ഇതിനെ കൊണ്ടുണ്ട്, പല ഫീച്ചറുകളും ഉണ്ട്. നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കുക. ഓപ്പൺ ചെയ്യട്ടെ. അത് ഓപ്പൺ ചെയ്യുമ്പോഴേക്ക് നമുക്കത് നമ്മളെ ഫോണിൽ സെറ്റായി. ഇനി ഇതിൽ എങ്ങനെയാണ് നമ്മളെ പ്രധാനപ്പെട്ട ഫീച്ചറായ ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അതിന് നിങ്ങൾ ഫോണിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്തൊന്ന് ലോങ് പ്രസ് ചെയ്താൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ വരും. ഇവിടെ ഹിഡൻ ആപ്സ് എന്ന് പറയുന്ന ഒരു സംഭവം വരും. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇത് നോക്കുക. എൻ്റെ ഫോണിലിപ്പോൾ 2 വാട്സപ്പ് ഉണ്ട്. ഒരു വാട്സപ്പ് എനിക്ക് ഹൈഡ് ചെയ്യണം. അതിന് ഞാനിവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് ഇവിടെ ഹിഡൻ ആപ്പ് എടുത്ത് ആഡ് ഹിഡൻ ആപ്സ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇതിൽ വരും. ഇതിൽ നമുക്ക് ഇപ്പം ഞാൻ ഈ കാണിച്ചു തരാൻ വാട്സപ്പ് നടക്കില്ലേ, ഈ വാട്സപ്പ് ഞാനവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് അവിടെ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ, ഇപ്പം സൂം ആയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് മാണ്ടി ആപ്ലിക്കേഷൻസിൽ ആഡ് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഈ ഹൈഡ് ആപ്സ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ആപ്ലിക്കേഷൻ ഇവിടെ ഹൈഡായി. കണ്ടോ? ഇനിയിപ്പോൾ നമ്മളെ ഫോണിൽ ഇത് കാണില്ല. നോക്കുക, ആ പ്രോവർ എടുത്താൽ വാട്സപ്പ് ഇല്ലേ, വാട്സപ്പ് എല്ലാം പോയി, സൂം പോയി, അങ്ങനെ അതൊക്കെ അതിലേക്ക് പോയി. ഇതിപ്പോൾ അങ്ങ് ഹൈഡായി കഴിഞ്ഞ് ഇനി നമ്മൾക്ക് ഇത് തുറക്കണേ, എങ്ങനെയാ തുറക്കണ്ടേ അതും നോക്കണ്ടേ. അത് തുറന്നിക്കില്ലേ ആ കാര്യം നടത്തിയില്ലല്ലോ. അതിന് നേരത്തെ പോലെ തന്നെ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ ഈ ചിഹ്നം വരും. ഹിഡൻ ആപ്പ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏതാണെന്നോ തുറക്കേണ്ടി അതിൻ്റെ മേലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അത് തുറന്നോളും. ഇനി നമുക്കിത് അൺഹൈഡ് ചെയ്യണമെങ്കിൽ നമ്മളെ ഫോണിൽ തിരിച്ച് വരുത്തണമെങ്കിൽ ഹിഡൻ ആപ്സ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഇവിടെ അൺഹൈഡ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും അതൊക്കെ നമ്മളെ ഫോണിൽ തിരിച്ച് വരും. അടിപൊളി പരിപാടിയല്ലേ? അപ്പം ഇങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻസൊക്കെ ഫോണിൽ ഹൈഡ് ചെയ്ത് വെക്കാം. ഇവിടെ തന്നെ നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സ് വേറെ, അപ്പെക്സിൻ്റെ ഈ ലോഞ്ചറിൻ്റെ സെറ്റിങ്സ് വേറെ ഉണ്ട്. ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യണേ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. വാൾപേപ്പറൊക്കെ മാറ്റിയുള്ള സ്ക്രീൻ മാനേജ് ചെയ്യാനുള്ള ഒക്കെ ഓപ്ഷൻ ഉണ്ട്. കുറേ ഫീച്ചറുകളുണ്ട്. അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്ത് ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യുന്നതാണ്. ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഓരോന്നും നിങ്ങൾ ചെയ്ത് നോക്കുക. നോട്ടിഫിക്കേഷൻ പാനലിനൊന്നും കാര്യമായിട്ട് മാറ്റമൊന്നും വരില്ല. നമ്മളെ ഫോണിൻ്റെ സാധാരണ ഡീഫാൾട്ടായിട്ടുള്ള അത് തന്നെ നമുക്ക് കിട്ടും. അതിനൊരു മാറ്റവും വരില്ല. അപ്പോൾ ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.